എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 7 of Wands സ്ട്രെങ്ത് കാർഡ്, 10 of Swords, 5 of Cups, Hanged Man എനർജി ആൻഡ് ടെമ്പറൻസ് എനർജി. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം എന്ന് പറയുന്നത് പൊതുവെ ഒരു കർക്കിടകം ഒരു ഇതിലേക്ക് കടക്കുന്നത് പഞ്ഞമാസം എന്ന് നമ്മൾ പൊതുവെ പറയും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുകയാണ്, കാലേക്കൂട്ടി ചെയ്തു വയ്ക്കുകയാണ് എങ്കിൽ ജൂലൈ മാസത്തിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ജൂലൈ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയും ചെറിയ പരാധീനതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതായത് ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സാഹചര്യവും രീതിക്കനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഈ ഒരു സാധ്യതകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതിനനുസരിച്ചിട്ട് നേരത്തെ എല്ലാം സുരുക്കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നേരത്തെ കാര്യങ്ങൾ റെഡിയാക്കി നിൽക്കുകയാണ് എങ്കിൽ വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസം എന്ന് വെച്ചാൽ ചലഞ്ചിങ് ആയിരിക്കും. അതായത് എളുപ്പത്തിലൊന്നും കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുന്ന രീതിയല്ല. എന്ന് വെച്ചിട്ട് നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല, സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു നെഗറ്റീവ്, ഒരു ലോ വൈബാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി നിലനിർത്താനും ഹാപ്പി ആയിട്ടിരിക്കുക ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ കാരണം ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസോ തടസ്സങ്ങൾ ജീവിതത്തിൽ വരികയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ വിചാരിച്ച സമയത്ത് നടന്നില്ല എങ്കിൽ മനസ്സ് തളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് മാനസികമായിട്ട് തളർന്ന വളരെയധികം നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ളതും നെഗറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളിലേക്ക് എത്താതെ പോകും. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നടക്കേണ്ടത് ഒരു 2-3 ദിവസം കഴിഞ്ഞ് നടക്കുമെന്നു എന്നുള്ളതാണ്. അപ്പോഴും വലിയൊരു ഡിലേ ഒന്നും ഉണ്ടാകുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ മാസത്തിൽ വിചാരിച്ച ഈ മാസം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് ഈ ഒരു സമയം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം മോറലി വളരെ നല്ലൊരു ഇതിലായിരിക്കും നിൽക്കുക. പൊതുവെ മോറലി ഇതായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. എല്ലാം വളരെ സത്യസന്ധതയോടും നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒന്ന് ഡിലേ ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ ഒത്തിരി സന്തുഷ്ടരാണ്. കാരണം നിങ്ങൾ ആ നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലൂടെ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഈ സ്റ്റക്ക് ഫീലിംഗ് വരുന്നുണ്ട്. ഹാങ്ഡ് മാൻ എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് രീതിയിലാണോ ജീവിതത്തെ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ തടസ്സങ്ങൾ എന്നുള്ളത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം പൊതുവേ ഇച്ചിരി മടി, അതായത് ആക്റ്റീവായിട്ടിരിക്കാൻ, എഴുന്നേറ്റ് നടക്കാൻ, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മടിയുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, ഇപ്പോൾ എന്തെങ്കിലും അടുത്തിടയ്ക്ക് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ട്, ബെഡ് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. പക്ഷെ അപ്പോഴും ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കണം, ആക്റ്റീവ് ആകണം കുറച്ചെങ്കിലും, എങ്കിൽ മാത്രമേ പതുക്കെ പുതിയൊരു വീണ്ടും തിരിച്ച് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ശാരീരിക അസ്വാസ്ഥ്യം മൂലം നിങ്ങൾ ശ്രമം കുറവാകാം, മടി കൂടുതലായിരിക്കാം. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റേതായിട്ടുള്ള രീതികളിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ, ആ ഒരു ശാരീരിക അസ്വാസ്ഥ്യത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആകണം. നടക്കാൻ എത്രയാണെങ്കിലും ഒന്ന് നടക്കാനൊക്കെ ശ്രമിക്കുക. വലിയൊരു ഇതായിട്ടുള്ള ഭാരം എടുക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എക്സസൈസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ഒന്ന് നടക്കുന്നു, അങ്ങനെയുള്ള എക്സസൈസ് ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേസാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ സമയം. നിങ്ങൾ ഒരു നെഗറ്റീവ് ഫീലിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ നടന്നുപോയ കാര്യത്തിൽ നിങ്ങളൊന്നുമല്ല എന്നൊക്കെ ഒരു ചിന്ത ഭയങ്കരമായിട്ട് മനസ്സിനെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അനാവശ്യ സങ്കടങ്ങളൊക്കെ മനസ്സിൽ അലട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ
നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സഹായകരമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പൊതുവിലൊരു മൂകത ഉണ്ടെങ്കിലും നിങ്ങൾ ഒരേ സമയം തന്നെ ആ ഒരു നെഗറ്റിവിറ്റിയും എന്നാൽ അതിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. അപ്പോൾ എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുക നിങ്ങളെ തന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ. അങ്ങനെ നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുകയും കുറച്ച് പോസിറ്റിവിറ്റിയിലേക്കും സന്തോഷത്തിലേക്കും തിരിച്ചു വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് 5 of Cups എനർജിയാണ്. അപ്പം ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അടുത്തിടയ്ക്ക് ലൈഫിൽ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മരണമോ അങ്ങനെയുള്ളൊരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു മരണം നിങ്ങളെ വളരെയധികം ഒലച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചിട്ട് അത് വിലപിക്കേണ്ട എന്നുള്ളൊരു സാഹചര്യമല്ല. അതിനൊരു ടൈമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സങ്കടം അത് ഒരു പരിധി കഴിയുമ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അതിനുള്ള ഒരു മനധൈര്യം, മനബലം തിരിച്ച് എടുക്കുക ദൈവാനുഗ്രഹമുള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു വിശ്വാസിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം കുറച്ച് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള ആളുകളോട് കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളൊരു വിശ്വാസിയാണെന്ന്. കാരണം ഇപ്പോൾ ക്ഷേത്രത്തിലോ പള്ളികളിലോ ഒക്കെ പോകുന്നത് പരസ്യമായിട്ട് അങ്ങനെ ആ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ദൈവത്തെ വിചാരിച്ചില്ലെങ്കിൽ മനസ്സിലെപ്പോഴും ദൈവം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനോധൈര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കരകയറുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചുറ്റുപാടുമുള്ള ചില ആളുകളിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ളൊരു സഹകരണം ജീവിതം തിരിച്ചു പിടിക്കാനും സഹായിക്കുന്ന ഒരു സാധ്യതയിലേക്കും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ലൈഫിലൊരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഈ ഒന്നുകിൽ എല്ലാം എവറിത്തിങ് ഒരുമിച്ച് എല്ലാം കൂടി വരുന്നത്, അല്ലെങ്കിൽ നത്തിങ് അറ്റ് ഓൾ എന്നുള്ളൊരു ഫീലിംഗ് ആണ് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ എഫേർട്ടും എടുത്ത് ശ്രമിക്കും, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. അതൊരു ഏത് കാര്യത്തിനാണെങ്കിലും ആ അറ്റത്ത് അല്ലെങ്കിൽ ഈ അറ്റത്ത് പൂർണ്ണമായിട്ടും രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊരിക്കലും ലൈഫിൽ നല്ലതല്ല. ഒരു ബാലൻസ് അനിവാര്യമാണ്. ആ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു. വളരെ മനസ്സിന് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണ് ഈ കരിയറിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന കരിയർ അതേപോലെ സാധ്യതകൾ കാണിക്കുന്നു. നല്ലൊരു മൈൽ സ്റ്റോൺ കരിയറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ കരിയർ നല്ല രീതിയിൽ ബാലൻസ് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നല്ല രീതിയിൽ ബാലൻസ്, രണ്ടും ഒരേപോലെ. ഓവറായിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതായത് വർക്ക് ഹോളിക്കോ അതേപോലത്തെ ഒരു എനർജി അല്ല. രണ്ടിലും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 10 of Swords ആൻഡ് ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി പലതിൻ്റെയും പര്യവസാനമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. ആ ഒരു ഫേസ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ജീവിതത്തിൽ ലൈറ്റായിട്ട് എടുക്കുന്ന അല്ല കുറച്ചുകൂടി സീരിയസ് ആവേണ്ടുന്ന ഒരു ഫേസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു ഫേസ് കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം പഠിത്തം വിദേശത്തേക്ക് പോയി ഹയർ എഡ്യൂക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒന്ന്. അപ്പോൾ ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ കാലങ്ങളായിട്ടുള്ളത്, നമുക്ക് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും സന്തോഷം തരുന്നതാണെങ്കിലും സങ്കടം തരുന്നതാണെങ്കിലും കാലങ്ങളായിട്ട് അതൊരു ഹാബിറ്റാണ്, കൂടെ ഉണ്ട് എന്നുള്ളത്. ചില സ്വഭാവമായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം.
അപ്പോൾ അത് നമ്മൾ പക്ഷെ അതിൻ്റെ കാലാവധി കഴിഞ്ഞു, അത് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല എന്നറിഞ്ഞാലും എന്തുകൊണ്ടും അത് വിട്ട് കളയാൻ താല്പര്യമില്ല. അപ്പോൾ അത് വിട്ട് കളയേണ്ടുന്ന സമയമായെന്ന് മനസ്സിലാക്കുകയും വിട്ട് കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.